വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ട്രീറ്റ്മെൻറ്റും എടുക്കാതെ പ്രഗ്നൻ്റ് ആകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 11 കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ആരും ട്രീറ്റ്മെൻറ്റ് എടുക്കണ്ട എന്നല്ല, പക്ഷേ ട്രീറ്റ്മെൻറ്റുകൾ എടുത്ത് റിസൾട്ട് കിട്ടാതെ അത് ഉപേക്ഷിച്ച് സ്വയം ട്രൈ ചെയ്യാം എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ടാവുമല്ലോ. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓരോ തവണ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന പാർട്ട്നേഴ്സും ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് അവരുടെ ശരീരത്തിനെയാണ്. കാരണം നമ്മുടെ ശരീരത്തിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് പുറത്ത് കാണാനായിട്ട് സാധിക്കും. ആ കാണുന്ന മാറ്റങ്ങളെ നമ്മൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ ഫെർട്ടിലിറ്റിയിൽ എവിടെയാണ് നമുക്ക് പ്രശ്നമെന്നും എങ്ങനെ അത് സോൾവ് ചെയ്യാമെന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് എന്തെല്ലാം സ്റ്റെപ്സ് സ്ത്രീകളും പുരുഷനും ഫോളോ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. പീരീഡ് ക്ലിയർ ആകാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ തവണ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റുകൾ നമ്മൾ എടുത്ത് തുടങ്ങുന്നതും ആ തുടങ്ങേണ്ട സ്റ്റാർട്ട് ചെയ്യേണ്ട ദിവസം എന്ന് പറയുന്നത് നമ്മുടെ പീരീഡ്സ് പോകുന്ന ഒരു സമയം, ബ്ലീഡിങ് ഉണ്ടാവുന്ന ഒരു സമയമാണ്. ബ്ലീഡിങ്ങിന് സെക്കൻഡോ തേർഡോ ഡേ മുതലായിരിക്കും നമ്മുടെ ആ ഒരു ഓവുലേഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അണ്ടം പ്രിപ്പയർ ആയിട്ട് തുടങ്ങുന്നത്. ഒരു കുഞ്ഞ് ഒരു അമ്മയുടെ വയറ്റിലൊരു പെൺകുട്ടിയായിട്ടിരിക്കുന്ന സമയം മുതൽ ആ ഡെലിവറി കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന സമയത്തെല്ലാം കുഞ്ഞിന്റെ ഓവറീസിൽ അണ്ടം സ്ഥിതി ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ അണ്ടം മൂപ്പെത്തി തുടങ്ങുന്നത് നമ്മുടെ പ്യൂബർട്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സമയം മുതലാണ്. ദെൻ ഓരോ ഓവുലേഷനും അണ്ടം വളർന്ന് തുടങ്ങാനായിട്ട് തുടങ്ങുമ്പോഴേക്കും നിങ്ങൾ ഏകദേശം ഒരു 14ാമത്തെ വയസ്സിലോ 13ാമത്തെ വയസ്സിലോ ബ്ലീഡിങ് ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ മുതൽ നമുക്ക് മെൻസ്ട്രേഷൻ ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ എല്ലാത്തിന്റെയും ഒരു അംശം ചിലപ്പോൾ നമ്മുടെ ആ ഒരു യൂട്രസിൽ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. യൂട്രസ് കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ആയിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ അല്ലെങ്കിൽ കൂടെ തന്നെ ഓരോ മാസവും പീരിയഡ്സ് വരുന്നത് കൊണ്ട് പ്രഗ്നൻസി ആകാതിരിക്കുന്ന ആളുകൾ അവരുടെ യൂട്രസ് ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഉറപ്പായിട്ടും ചെയ്യേണ്ട ഒരു ടിപ്പാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് പല പല മാർഗങ്ങളുണ്ട്. ഒന്നാമത്തത് ഇഞ്ചി തിളപ്പിച്ച് വെള്ളം കുടിക്കുക. രണ്ടാമത്തത് പച്ചപ്പപ്പായ കഴിക്കുക. മൂന്നാമത്തത് പൈനാപ്പിൾ കഴിക്കുകയോ പൈനാപ്പിൾ ജ്യൂസ് കുടിക്കുകയോ ചെയ്യുക. പൈനാപ്പിൾ നമ്മൾ എടുക്കുമ്പോഴേക്കും ആ കോർ ഉൾപ്പെടെ വേണം പൈനാപ്പിൾ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം നമ്മുടെ യൂട്രസിലൊന്ന് കോൺട്രാക്ഷൻസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നവയാണ്. ഇങ്ങനെ വരുന്നതിന്റെ ഭാഗമായിട്ട് മുഴുവനായിട്ടും എൻഡോമെട്രിയൽ ടിഷ്യൂസ് ഒക്കെ ക്ലിയർ ആകുന്നതിനും യൂട്രസ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് ക്ലിയർ ആയി വരുന്നതിന് വേണ്ടിയിട്ട് ഈ ടിപ്സ് നിങ്ങളെ സഹായിക്കും കേട്ടോ. പീരിയഡ്സിന്റെ ആ ഒരു സെക്കൻഡ് ഡേ മുതൽ ബ്ലീഡിംഗ് ഉണ്ടാവുന്നതിന്റെ ദിവസം മുതൽ നിങ്ങൾക്ക് ആ ബ്ലീഡിംഗ് തീരുന്ന ദിവസം വരെ ഈ ടിപ്പ് ഫോളോ ചെയ്യാവുന്നതാണ്. ആ ഒരു ദിവസം നിങ്ങൾ ഇഞ്ചിവെള്ളമാണ് കുടിക്കുന്നതെങ്കിൽ ഒരു ദിവസം ഒരു ഗ്ലാസ് ആ രീതിക്ക് നിങ്ങൾ കഴിച്ചാൽ മതി കേട്ടോ. അതുപോലെ പൈനാപ്പിൾ ആണെങ്കിലും ഒരു ദിവസം ഒരു പീസോ മാക്സിമം 2 പീസോ നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. അടുത്തത് പീരിയഡ്സിന്റെ ആ ദിവസം തന്നെ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു ടിപ്പാണ്. ബ്ലീഡിംഗ് ഉണ്ടാവുന്ന സമയത്ത് പലർക്കും ഭയങ്കരമായിട്ട് ബ്ലീഡിംഗ് പോവാറുണ്ട്. ചിലർക്കൊക്കെ 2 ദിവസമാണ് ബ്ലീഡിംഗ് എങ്കിൽ ചിലർക്ക് 5 ദിവസം 6 ദിവസമൊക്കെ ബ്ലീഡിംഗ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ലോസ് ഉണ്ടാകുന്നത് ഒന്ന് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പിന്നീടും ബ്ലഡ് സെൽസിന്റെ പ്രൊഡക്ഷൻ കൃത്യമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഉണക്കമുന്തിരി വെള്ളത്തിലിട്ട് കുതിർത്തി കഴിക്കുന്നത് നല്ലതായിരിക്കും. ഉണക്കമുന്തിരി വെറുതെ കഴിക്കുന്നതിനേക്കാളും നല്ലതാണ് അത് കുതിർത്തി ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ട് എംപ്റ്റി സ്റ്റൊമക്ക് നിങ്ങൾ രാവിലെ എടുക്കുന്നത് കേട്ടോ. അത് നിങ്ങൾക്ക് കൂടുതൽ ബ്ലഡ് സെൽസിന്റെ പ്രൊഡക്ഷൻ ഉണ്ടാവുന്നതിനും നിങ്ങൾ അനീമിക് ആവുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിനും അയൺ ഡെഫിഷ്യൻസി ശരീരത്തിൽ ഉണ്ടാവുന്നത് ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അതെടുക്കുമ്പോൾ എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടാകും എന്നതിനെ പറ്റിയിട്ട് സെപ്പറേറ്റ് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. കാണാൻ വേണ്ടിയിട്ട് ദിജോസ് വേൾഡ് ബ്ലാക്ക് റൈസിൻ എന്ന് നിങ്ങൾ യൂട്യൂബിന്റെ സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ആ വീഡിയോ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞ് വീഡിയോയുടെ ലെങ്ത് കൂട്ടുന്നില്ല. നിങ്ങൾ സോക്ക് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. കറുത്ത ഉണക്കമുന്തിരി എടുത്തിട്ട് അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി 1/2 ഗ്ലാസ് വെള്ളത്തിൽ നിങ്ങളത് കുതിർത്താൻ വേണ്ടിയിട്ട് വെക്കുക. നമ്മൾ എടുക്കുന്നത് ഇപ്പോൾ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന അത്ര ഉണക്കമുന്തിരിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അത് 1 ഗ്ലാസ് വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ വെള്ളത്തിന് ടേസ്റ്റ് ഉണ്ടാവില്ല. നിങ്ങൾ 1/2 ഗ്ലാസ് 3/4 ഗ്ലാസ് വെള്ളത്തിൽ അത് കംപ്ലീറ്റ് ആയിട്ട് കുതിർത്താൻ വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളത്തിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് കുടിക്കാനായിട്ടും ഇഷ്ടം ഉണ്ടാകും കേട്ടോ. പീരിയഡ്സിന്റെ സെക്കൻഡ് ഡേ മുതൽ അണ്ടം വളർന്നു തുടങ്ങുമെന്ന് വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ. അപ്പൊ ഇനി നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എഗ് ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. എഗ് ഗ്രോത്തിന് വേണ്ടിയിട്ട് അത് ക്വാളിറ്റിയോടുകൂടി വളരുന്നതിനും ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിന്റെ പ്രവർത്തനം ശരീരത്തിൽ നടക്കുന്നതിനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് കറുവപ്പട്ട വെള്ളം, ഗ്രാമ്പൂ വെള്ളം, പെരുംജീരകം വെള്ളം ഇതൊക്കെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ ഉലുവ വെള്ളം ഇതൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അണ്ടം വളരുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഹോർമോൺസിന്റെ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കുമ്പോഴേക്കും നമ്മൾ ഫോളിക്കിൾസിന്റെ ഗ്രോത്ത് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഞ്ചക്ഷൻ എടുക്കുന്നത് പോലെയും അതുപോലെ ലെട്രസോളിന്റെ മെഡിസിനോ ക്ലോമോഫിൻ സിട്രേറ്റിന്റെ മെഡിസിനോ എടുക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം ബെനിഫിറ്റ് ശരീരത്തിൽ കിട്ടുമോ അതെല്ലാം നാച്ചുറലി ശരീരത്തിലോട്ട് കൊണ്ടുവന്ന് തരാൻ വേണ്ടിയിട്ട് ഈ ടിപ്സ് ഫോളോ ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കും കേട്ടോ. അതെങ്ങനെയൊക്കെയാണ് പ്രിപ്പയർ ചെയ്ത് കഴിക്കേണ്ടതെന്നതിനെ പറ്റിയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. കാണാൻ വേണ്ടിയിട്ട് ഇതിന്റെ എല്ലാത്തിന്റെയും പേര് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അത് ടൈപ്പ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഫ്രണ്ടിൽ ദിജോസ് വേൾഡ് എന്ന് നിങ്ങൾ കൊടുക്കാനായിട്ട് മറക്കരുത്. ദിജോസ് വേൾഡ് ക്ലോസ് വാട്ടർ, അതായത് ഗ്രാമ്പൂ വെള്ളം,
ദിജോസ് വേൾഡ് ഫെനുഗ്രീക്ക് വാട്ടർ അല്ലെങ്കിൽ ഉലുവ വെള്ളം എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അതുപോലെ ദിജോസ് വേൾഡ് സിനമൻ വാട്ടർ അല്ലെങ്കിൽ കറുവപ്പട്ട വെള്ളം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോസ് ഒക്കെ ലഭിക്കുന്നതായിരിക്കും. അതിൽ പറയുന്ന ഡയറക്ഷൻസ് അനുസരിച്ച് മാത്രം നിങ്ങൾ ആ വെള്ളം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓവുലേഷൻ ഉണ്ടാവുക മാത്രമല്ല, നമ്മൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു താല്പര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഈ ടിപ്സ് ഫോളോ ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കുന്നു. അടുത്തതായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ടുള്ള ഫിസിക്കൽ കോണ്ടാക്ട് ആണ്. അതൊരിക്കലും ഓവുലേഷൻ ഡേയിൽ മാത്രം ഒതുങ്ങി പോകുന്ന തരത്തിലുള്ളതാവാനായിട്ട് പാടില്ല കേട്ടോ. ഒരുപാട് നാളുകളായിട്ട് ട്രീറ്റ്മെന്റുകൾ എടുത്തിട്ട് പ്രഗ്നൻസി നോക്കുന്നവരും അതുപോലെ തന്നെ ഒരുപാട് നാളുകൾക്ക് ശേഷം പരസ്പരം കണ്ടുമുട്ടുന്ന ഭാര്യ ഭർത്താക്കന്മാരും ഒരിക്കലും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ഓവുലേഷൻ ഡേക്ക് മാത്രമല്ല, അവർ ഫെർട്ടൈൽ ടൈം പീരീഡ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അവരവരുടെ ഫെർട്ടൈൽ ടൈം പീരീഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന മെൻസ്ട്രൽ സൈക്കിളിന്റെ ലെങ്ത് എത്രയാണോ അത് വെച്ചിട്ടാണ്. മെൻസ്ട്രൽ സൈക്കിളിന്റെ ലെങ്ത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറയാം കേട്ടോ. അതുപോലെ നിങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ ഏകദേശം നിങ്ങളുടെ ഒരു ഫെർട്ടൈൽ ടൈം പീരീഡ് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ ആ ടൈം പീരീഡിൽ, അതായത് ഇപ്പോൾ 28 ദിവസമാണ് നിങ്ങളുടെ മെൻസ്ട്രൽ സൈക്കിളിന്റെ ലെങ്ത് പോകുന്നതെങ്കിൽ 14ാമത്തെ ദിവസമാണ് നിങ്ങൾക്ക് ഓവുലേഷൻ വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫെർട്ടൈൽ ടൈം പീരീഡ് വരുന്നത് എന്നാണോ എക്സാക്ട് ഓവുലേഷൻ ഡേറ്റ് വരുന്നത് അതിനേക്കാളും ഒരു 5 ദിവസം മുൻപ് മുതലാണ്. അപ്പോൾ നിങ്ങളൊരു 14ാമത്തെ ദിവസം ഓവുലേഷൻ വരികയാണെങ്കിൽ 10ാമത്തെ ദിവസം മുതൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ 9ാമത്തെ ദിവസം മുതൽ നിങ്ങൾ കോണ്ടാക്ട് സ്റ്റാർട്ട് ചെയ്യുക. 9ാമത്തെ ദിവസം 10, 11, 12, 13, 14, 15, 16 എക്സാക്ട് ഓവുലേഷൻ ഡേറ്റും ഓവുലേഷൻ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത 2 ദിവസവും കൂടി നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. കാരണം ചിലപ്പോൾ നമ്മുടെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു പോയി കഴിഞ്ഞാലും ആ 2 ദിവസവും കൂടി കോണ്ടാക്ട് ചെയ്യുന്നത് പ്രഗ്നന്റ് ആകാനായിട്ടുള്ള ചാൻസസ് ഇൻക്രീസ് ചെയ്യും. ഹെൽത്തി ആയിട്ടുള്ള ഒരു പുരുഷന്റെ സെമൻ സ്ത്രീ ശരീരത്തിൽ 5 ദിവസം വരെയെങ്കിലും മാക്സിമം നിൽക്കുന്നുണ്ട്. ആ സമയങ്ങളിൽ കോണ്ടാക്ട് ഏതെങ്കിലും ഒരു ദിവസം ഫെർട്ടൈൽ ടൈം പീരീഡിൽ ഉണ്ടാവുകയാണെങ്കിൽ അണ്ടം ഓവുലേഷൻ ഡേറ്റിൽ വരുമ്പോഴേക്കും ആ ദിവസങ്ങളിൽ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു 5 ദിവസം നിങ്ങൾ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രഗ്നന്റ് ആകാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ് കേട്ടോ. ഓവുലേഷൻ ഡേറ്റ് അടുക്കുന്ന ദിവസങ്ങളിൽ ഡെയിലിയോ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിലോ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാനായിട്ട് മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിളുള്ള ഒരാളാണെങ്കിൽ, അതായത് കൃത്യമായിട്ട് എന്ന് പീരീഡ് ആകുമെന്നുള്ള ഒരു ദിവസം നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ, ബ്ലീഡിങ് നിൽക്കുന്നത് എന്നാണോ ആ ദിവസം മുതൽ നിങ്ങൾ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഒന്നിടവിട്ട ദിവസങ്ങളിൽ നിങ്ങൾ ട്രൈ ചെയ്യുക എന്നാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ കഴിഞ്ഞ മാസം, അതായത് ഇതിപ്പോൾ സെപ്റ്റംബർ ആണല്ലോ, ഓഗസ്റ്റിൽ നിങ്ങൾക്ക് എത്ര ദിവസം കൂടിയിട്ടാണ് ബ്ലീഡിങ് വന്നതെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ദെൻ ആ ദിവസം നിങ്ങൾ സെപ്റ്റംബറിലാകുമല്ലോ, അതായത് ഓഗസ്റ്റിൽ നിങ്ങൾക്ക് ഒരു 20ാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ സെപ്റ്റംബർ 20 നിങ്ങൾ ബ്ലീഡിങ് വരുമെന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പെക്ട് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിൾ ആണെങ്കിൽ നിങ്ങൾ ആ സെപ്റ്റംബർ 20 10 ദിവസം മുൻപ് വരെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക. ദെൻ ആ 10ാമത്തെ ദിവസം മുതൽ 20ാമത്തെ ദിവസം വരെ, നമ്മുടെ 20ാമത്തെ ദിവസം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടല്ലോ, ആ ദിവസം ഉള്ളിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാനായിട്ട് പാടില്ല. അതായിരിക്കും നിങ്ങളുടെ ഇംപ്ലാന്റേഷൻ നടക്കുന്ന ദിവസം കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഫലോപ്പിയൻ ട്യൂബിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓവുലേഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നീട് പ്രവർത്തനം നടക്കുന്നത് നമ്മുടെ ഫലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ടാണ്. നമ്മുടെ അണ്ടം ഫലോപ്പിയൻ ട്യൂബ് ക്യാച്ച് ചെയ്യുന്നു, സെമൻ ഫലോപ്പിയൻ ട്യൂബിന് അവിടെ എത്തുന്നു, ഇവർ രണ്ടുപേരും തമ്മിൽ ബീജസങ്കലനം അവിടെ നടക്കുന്നു. അതിനുശേഷം സെൽ ഡിവിഷൻ ഒക്കെ കഴിഞ്ഞ് ഫലോപ്പിയൻ ട്യൂബ് പുഷ് ചെയ്താണ് നമ്മുടെ ആ ഒരു യൂട്രസിന്റെ ക്യാവിറ്റിയിലോട്ട് ആ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ് എത്തുന്നത്. അപ്പോൾ ആ ഒരു പ്രവർത്തനം അവിടെ പ്രോപ്പർ ആയിട്ട് നടക്കണമെങ്കിൽ ഫലോപ്പിയൻ ട്യൂബും ഭയങ്കര എഫിഷ്യന്റ് ആയിട്ട് തന്നെ പ്രവർത്തിക്കേണ്ടതായിട്ട് ഇരിക്കുന്നു. ഫലോപ്പിയൻ ട്യൂബിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഫോളോ ചെയ്യാവുന്നതാണ്. ഫലോപ്പിയൻ ട്യൂബിൽ എന്തെങ്കിലും സ്കാറോ ബ്ലോക്കേജോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ എഗും സ്പേമും പരസ്പരം മീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവുന്നു. അതുപോലെ നമുക്ക് ആ ഒരു ബ്ലോക്കേജ് ആണ് അവിടെ ഉണ്ടാവുന്നതെങ്കിൽ, അല്ലെങ്കിൽ സ്കാർ ആണ് അവിടെ ഉണ്ടാവുന്നതെങ്കിൽ, ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള അണ്ടം ചിലപ്പോൾ ട്യൂബിൽ തന്നെ ഇംപ്ലാന്റ് ആകാനായിട്ടും ഒക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫലോപ്പിയൻ ട്യൂബിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ് ചെയ്യാവുന്നതാണ്. നമ്മൾ മതിലിന് അടുത്തായിട്ട്, മതിലിന് ഉയരത്തിലായിട്ട് ഒരു 90 ഡിഗ്രിയിൽ കിടന്നിട്ട് ശ്വാസം നല്ലതുപോലെ അകത്തേക്ക് വലിച്ച് സ്ലോലി എക്സെയിൽ ചെയ്ത് വിടുന്നതാണ് ഫലോപ്പിയൻ ട്യൂബ് യോഗ പോസ് കേട്ടോ. അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ബ്രിഡ്ജ് പോസ് യോഗ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്, കോബ്ര പോസ് ചെയ്യാവുന്നതാണ്, ചൈൽഡ് പോസ് ചെയ്യാവുന്നതാണ്. ഇതിനെല്ലാത്തിനെയും പറ്റിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ട്. കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ പേര് നിർദ്ദേശിച്ചിട്ട് ദിജോസ് വേൾഡ് എന്ന് പറഞ്ഞ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. അതിൻ്റെയൊക്കെ ഇമേജ് ഞാനിവിടെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ.
അപ്പോൾ ആ ഒരു പ്രവർത്തനം ചെയ്യുകയാണെങ്കിൽ ഫലോപ്പിയൻ ട്യൂബും ഒപ്പം തന്നെ നിങ്ങളുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിന്റെ പ്രവർത്തനവും കൃത്യമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് ഇതൊക്കെ സഹായിക്കും കേട്ടോ. ഈ പോസ് നിങ്ങൾ ഓവുലേഷൻ കഴിഞ്ഞിട്ട് മാത്രം സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല. പീരീഡ്സിന്റെ ബ്ലീഡിംഗ് നിന്നതിന് ശേഷം മുതൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള യോഗ പോസുകളെല്ലാം തന്നെ ഫോളോ ചെയ്യാവുന്നതാണ് കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇംപ്ലാന്റേഷൻ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇംപ്ലാന്റേഷൻ നമുക്ക് നടന്നു കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞ് അവിടെ വേരുറപ്പിച്ച് വളരാനായിട്ട് തുടങ്ങും. ഈ വളരുന്ന സമയം മുതൽക്ക് തന്നെ കുഞ്ഞിലോട്ടുള്ള ന്യൂട്രീഷനൊക്കെ നല്ല പ്രോപ്പറായിട്ട് തന്നെ എത്തണം. കുഞ്ഞിലോട്ടുള്ള ആന്റി ഓക്സിഡൻസ് അതുപോലെ മറ്റുള്ള വിറ്റമിൻസ് എല്ലാം പ്രോപ്പറായിട്ട് തന്നെ കുഞ്ഞിലോട്ട് എത്തിയില്ലെങ്കിൽ അത് എംബ്രിയോയുടെ ഇംപ്ലാന്റേഷനെ ഹാംഫുൾ ആയിട്ട് അഫക്ട് ചെയ്യും. കുഞ്ഞിന്റെ ഗ്രോത്ത് നിന്ന് പോകും. അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുഞ്ഞിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇതുപോലുള്ള എക്സസൈസുകൾ ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ് ഒക്കെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാനായിട്ട് തുടങ്ങുക. മൈൽഡായിട്ട് വാക്കിംഗ് ഒക്കെ നിങ്ങൾ ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. ഒപ്പം ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് ഔട്ട്സൈഡ് ഫുഡ് നിങ്ങൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുക. ഒപ്പം ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് കഴിക്കുക. അതേസമയം പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതിന്റെ അളവ് നല്ലതുപോലെ നിങ്ങൾ കുറയ്ക്കുക. പാക്കറ്റിൽ വരുന്ന ഐറ്റംസ് ആണെങ്കിലും കഴിക്കുന്നത് നല്ലതുപോലെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക കേട്ടോ. ഒപ്പം നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും നന്നായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നട്ട്സ് ഒക്കെ എടുക്കുമ്പോഴേക്കും സ്നാക്സ് ആയിട്ട് ഇത് എടുക്കാനായിട്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ബദാം കുതിർത്തി തലേ ദിവസം കുതിർത്തി തൊലി കളഞ്ഞിട്ടുള്ള ബദാം ഒരു 3-4 എണ്ണം, അതുപോലെ കാഷ്യൂനട്ട്, ഇതെല്ലാം അതിന്റെ വലിപ്പം അനുസരിച്ചിട്ട് അതിന്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും നിങ്ങൾ ചെയ്യുക. ഒരുപാട് അമിതമായിട്ട് നിങ്ങൾ ഇത് എടുക്കാതിരിക്കുക. കാരണം നിങ്ങൾക്ക് ഡയറിയ പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ധാരാളം വെള്ളം നിങ്ങൾ കുടിക്കുക. എത്രത്തോളം നിങ്ങളെ കൊണ്ട് കുടിക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ കുടിക്കുക. നിങ്ങളെ കൊണ്ട് കുടിക്കാൻ പറ്റുന്നത് 4 ഗ്ലാസ് ആണെന്ന് പറഞ്ഞ് നിങ്ങളത് കുറയ്ക്കരുത്. അറ്റ്ലീസ്റ്റ് 2 ലിറ്റർ വെള്ളമെങ്കിലും നിങ്ങൾ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. 3 ലിറ്റർ കുടിക്കുന്നുണ്ടെങ്കിൽ അത് അത്യന്തം ഗുണകരമാണ് കേട്ടോ. വെള്ളം കുടിക്കുന്നതിനനുസരിച്ചിട്ട് ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നു. എല്ലാത്തിനെയും നറിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വെള്ളം ഉപയോഗിക്കുന്നത് സാധിക്കുന്നു. അതുപോലെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബ്ലഡ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടൊക്കെ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ കുഞ്ഞിന്റെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും ഒക്കെ വെള്ളം അത്യന്താപേക്ഷിതമാണ് കേട്ടോ. അത് നിങ്ങൾ ധാരാളം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതെല്ലാം നിങ്ങൾ സ്ത്രീകൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനി ഭർത്താവ് എന്തൊക്കെ ഫോളോ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഭർത്താവും നിങ്ങൾ കുടിക്കുന്നതിനോടൊപ്പം ധാരാളം വെള്ളം കുടിക്കാനായിട്ട് പറയുക. സെമന്റെ പ്രൊഡക്ഷൻ നല്ലതുപോലെ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വെള്ളം കൂടുതൽ കുടിക്കുന്നത് സഹായിക്കുന്നു. ഒപ്പം ജിമ്മിൽ പോയി വർക്കൗട്ട്സ് ചെയ്യുന്നവരാണെങ്കിൽ ഹെവി ആയിട്ടുള്ള വർക്കൗട്ട്സ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം പറയുക. അത് ചിലപ്പോൾ സെമന്റെ പ്രൊഡക്ഷനെ സാരമായിട്ട് ബാധിക്കുന്നതിന് കാരണമാവുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഒപ്പം പുരുഷൻ എടുക്കാൻ കഴിയുന്ന മറ്റു പല കാര്യങ്ങളാണ് മാക്ക റൂട്ട് അതുപോലെ അശ്വഗന്ധ എന്ന് പറയുന്നത്. ഇത് രണ്ടും നമുക്ക് ഓൺലൈനായിട്ടും അതുപോലെ സൂപ്പർ മാർക്കറ്റിൽ നിന്നും മേടിക്കാനായിട്ട് കിട്ടും. ഇതിന്റെ പൗഡർ യൂസ് ചെയ്തിട്ട് പാലിലോ വെള്ളത്തിലോ ചേർത്ത് കലക്കി കുടിക്കുന്നത് സെമന്റെ മോർഫോളജി, അതിന്റെ DNA സ്ട്രക്ചർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന്റെ മോട്ടിലിറ്റിക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് യൂസ്ഫുൾ ആണ് കേട്ടോ. ഒപ്പം നിങ്ങളിപ്പോൾ കുടിക്കുന്നത് ഗ്രാമ്പു വെള്ളമാണെങ്കിൽ അത് ഹസ്ബൻഡിന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഉലുവ വെള്ളമാണെങ്കിൽ അതും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം സ്ത്രീക്ക് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നത് പോലെ തന്നെ പുരുഷന്റെ സെമന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഒപ്പം നിങ്ങൾ ചെയ്യുന്നത് പോലുള്ള വർക്കൗട്ട്സുകളായിട്ടുള്ള ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ്, ബ്രിഡ്ജ് പോസ് എന്നിവയൊക്കെ ഹസ്ബൻഡിനോടും കൂടി ചെയ്യാനായിട്ട് പറയുക കേട്ടോ. ഇത് രണ്ടുപേരും പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ പ്രഗ്നന്റ് ആകാനായിട്ട്, ട്രീറ്റ്മെന്റ് ഇല്ലാതെ തന്നെ പ്രഗ്നന്റ് ആകാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും.
അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.